എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു ദുആ, കോടാനി 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 കോടി 150 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ പഠിക്കാം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുവേ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ദുആ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ, ഒറ്റ രാത്രി കൊണ്ട് 160 170 180 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ആരെങ്കിലും ഈ ദുആ ചെയ്താ കോടിക്കണക്കിന് നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനല്ല പറഞ്ഞത്, മുത്തുനബിയാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഈ ദുആ ചെയ്യുന്നവന് കോടിക്കണക്കിന് നന്മയാണ് അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ പഠിച്ചു നമുക്ക് തിരിയാ. എന്റെ പ്രിയപ്പെട്ടവരോട് ആദ്യമുള്ള റളിയല്ലാഹു തആല അൻഹു 33 വർഷം കൊണ്ട് പഠിച്ച 8 മസലകളിൽ 7ാമത്തേത് ഏതെന്നറിയുമോ? ഒരു 2 കൂടെയുണ്ട്, ഒരെണ്ണം കൂടെ പഠിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം കൂടെ പഠിച്ച് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കോടിക്കണക്കിന് നന്മയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്? കണക്കറിയോ? ആർക്കെങ്കിലും കണക്കറിയോ? ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ? ഓരോ മുസ്ലിമിന്റെയും തലയ്ക്ക് ഒരു നന്മ. ലോകത്ത് ഇപ്പൊ 180 കോടി അല്ലെങ്കിൽ 200 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 200 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 180 200 കോടി നന്മ കിട്ടുന്ന ദുആ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ, നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. ഞാനും നിങ്ങളും ദുആ ചെയ്യുമല്ലോ. ഈ ദുആ അറിയുന്നവരങ്ങനെ ചെയ്യ്. ഇല്ലെങ്കിൽ നീ പറയണം, അല്ലാഹുവേ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്. എല്ലാവർക്കും നന്മ വരുത്തണേ പടച്ചവര്. എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവര്. എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്. എന്റെ പാപം പുറത്താ പോരാ, എന്റെ മാത്രം പുറത്താ പോരാ. ലോക മുസ്ലിമീങ്ങളുടെ പാപം പൊറുക്കണം. എന്റെ കാര്യം മാത്രം നടത്തിയാ പോരാ, ലോക മുസ്ലിമീങ്ങളുടെ കാര്യം നടക്കണം. എന്റെ രോഗം മാത്രം മാറിയാ പോരാ, ലോക മുസ്ലിമീങ്ങളുടെ രോഗം മാറണം. എനിക്ക് മാത്രം സമാധാനം തന്നാ പോരാ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം. എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ, ലോകത്തുള്ള സർവ്വ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നന്മ കിട്ടാൻ നീ ദുആ ചെയ്താ ഓരോ മുസ്ലിമിന്റെ തലക്കനുസരിച്ച് കോടാനി കോടാനി കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നീ നല്ല കാര്യം 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ 4 കാര്യം ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല. 4 കാര്യങ്ങൾ ചെയ്യാതെ നീ കിടന്നുറങ്ങല്ലേ, നീ കിടന്നുറങ്ങല്ലേ ആയിഷ. റസൂലുള്ളാഹി തങ്ങൾ മുത്തുനബി അവിടെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്
ആ 4 കാര്യമേതാണ് നബിയേ? ആ 4 കാര്യമേതാണ് നബിയേ? ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയമുള്ളവർ, ഇന്നത്തെ വഅദ് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടന്നു പോകണോ? എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം, നമ്മൾ സ്വർഗ്ഗത്തിലും കൂട്ടുകാരാകണം. അതാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എടാ നമുക്ക് സ്വർഗ്ഗത്തിൽ കൂട്ടുകാരാകണ്ടേ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലും കൂട്ടുകാരാകണം. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിലായ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരനാകണ്ടേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്നവർ, ഈ പാവപ്പെട്ടവനെ പറയുന്നത് ജീവിതത്തിൽ ചെയ്യുന്നവർ, പടച്ചവനെ ഒരു അമുസ്ലിമായ ചെറുപ്പക്കാർ, അല്ലാഹുവേ അത്ഭുതം തോന്നി എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതിയാണ്, എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതി. ആ ചെറുപ്പക്കാരന്റെ വോയിസ് ഞാൻ കേട്ടു. അല്ലാഹു അവന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ, അവന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ച് നിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞ് മാസങ്ങളായിട്ട് മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ഒരു ഹദീസ് എഴുതിയിടും. ആ ചെറുപ്പക്കാരൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരെ എനിക്ക് പോലും ഓർമ്മയില്ല. ഏകദേശം 165 170 ദിവസത്തിന്റെ അകത്തായി മുടങ്ങാതെ ഓരോ ദിനവും ഓരോ ഹദീസ്. ആ ചെറുപ്പക്കാരൻ എന്ന അബൂദാബിയിലാണ്. അവൻ എഴുതി വെച്ചിട്ട് ആ ക്ലാസ് മുഴുവനും ഓരോ ദിവസവും ഞാൻ പറഞ്ഞത് പടച്ചവനെ അവൻ എനിക്ക് അയച്ചു തന്നു. അല്ലാഹു ആ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഹദീസ് അവൻ എഴുതി വെച്ചു. ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ട് അതൊരു എന്താ പറയാ, ഒരു പ്രൊഫൈല് പോലെ എല്ലാം ഇങ്ങനെ ഒരു പേജാക്കിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നു. എൻ്റെ അളിയനെ അയച്ചു കൊടുത്തു, എന്നോട് സംസാരിക്കണം. അല്ലാഹു പൊന്നുമോന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഹിദായത്ത് കൊടുത്തും അനുഗ്രഹിക്കുമാർ. അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരപ്പം നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി സ്വർഗത്തിലെത്തുന്ന ഒരു ബന്ധമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ ഈ 4 കാര്യം നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ, ഞാനും നിങ്ങളും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നേരെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ സമയമായെന്ന്. അല്ല, ഈ 4 കാര്യം ചെയ്തിട്ട് ഇന്നത്തെ രാത്രി മുതൽ നീയും നിന്റെ ഭാര്യയും മക്കളും ഉറങ്ങാവൂ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച നാളെ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തുകൂടെ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും ഓതിയിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? എന്ത് ചെയ്യണ പറഞ്ഞത്? എന്ത് ചെയ്യാ പറയുന്നത്? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഓതിയിട്ട് വേണം ഉറങ്ങാൻ. വെടി കൊണ്ടതുപോലെ ആയിഷ ബീബി റളിയല്ലാഹു തആല മുത്ത് നബിയുടെ മുഖത്ത് നോക്കാൻ നടക്കണ പരിപാടിയാണോ? ഒറ്റ രാത്രി കൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ഒക്കെ ഒറ്റ കാലിൽ നിന്നുകൊണ്ട് രാത്രി ഖത്തം തീർത്തെന്ന് പറയണ പോലെ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ടൊരു ചിരി. നടക്കണ പരിപാടിയല്ലല്ലോ. അപ്പൊ പ്രവാചകൻ അത് മനസ്സിലായി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ അവസാനത്തെ 3 സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ്, ഈ 3 സൂറത്തുകൾ ഓരോ പ്രാവശ്യം ഓത്. ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരു ഖത്തം ഓതുന്ന എങ്ങനെ? ഈ 3 സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം. വാപ്പ മരിച്ച ഇത് ഓതിയാ പോരാ, അതിന് ഖത്തം തന്നെ ഓതണം. വാപ്പായിക്കും ഉമ്മായിക്കും മരിച്ചുപോയവർക്ക് വേണ്ടി ഖത്തം ഓതുന്നതിന് പകരം 3 സൂറത്ത് മാത്രം ഓതിയാ പോരാ, ഖുർആൻ പരിപൂർണമായിട്ട് ഓതണം. ഇത് ഉറങ്ങുന്ന സമയം. അതുകൊണ്ട് ഈ 3 സൂറത്തുകൾ ഓതിയാൽ എന്ത് പ്രതിഫലം? ഒരു ഖത്തം ഓതിയ പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, ആയിഷ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ. ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം. പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാവൂ. നടക്കേണ്ട കാര്യമാണോ? സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കണില്ല, പിന്നെ ഇനിയിപ്പം നാട്ടുകാരോട്. ലോകത്തുള്ളവരോട് പോകട്ടെ, ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട്, ആമിന എൻ്റെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട്,
നിന്നെ തല്ലിയിട്ടുണ്ട്, നിന്നെ കളിയാക്കിയിട്ടുണ്ട്, നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. പൊരുത്തപ്പെട്ട് തരുമോ എന്ന് ഞാനോ നിങ്ങളോ ചോദിക്കാറുണ്ടോ? പറ മനുഷ്യന്മാരെ, മനസാക്ഷിയോട് ചോദിക്കൂ. പറയണ്ട. ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ. കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക്. നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും, നിനക്കെന്താ ഇവിടെ ജോലിയെന്ന്. ആ പാവപ്പെട്ടവൾ ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം. ഇപ്പം പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ? വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം 15,000 രൂപ കൊടുക്കണം. ഈ ആമിന എത്ര കൊല്ലം കൊണ്ട് വീടിൻ്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ നരകത്തിൽ അധികവും പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ പോകും. അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാന്നറിയോ? ഒരുപാട് നിസ്കാരം ഉണ്ടാകും, ദുആ ഉണ്ടാകും, സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണ. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തിൽ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേത് പെണ്ണാന്ന് പറഞ്ഞു തരട്ടെ? വേണോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, എൻ്റെ ആയിഷയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും, എൻ്റെ പെണ്ണുമ്പുള്ളയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. വേണോ? വേണോ? ഞാൻ തമാശ പറഞ്ഞതല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞുതരട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലമായി എന്ന് സങ്കല്പിക്കാം. 10 വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം, എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാം. അപ്പോഴാണ് പടച്ചോനെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമിനയുടെ വീട്ടിലൊരു കല്യാണം വന്നു. അപ്പൊ പറഞ്ഞു, ഇക്ക എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓക്കെ റെഡിയാ. പക്ഷേ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. ഒന്ന് സങ്കല്പിച്ചു നോക്ക്. നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു. പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആമിന് എന്തോ പറയും, ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒരൊറ്റ പറച്ചല. അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ 10 കൊല്ലം ചെയ്തത് മുഴുവനും മറന്നുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യമല്ലേ? അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്രയും കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും. നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല, ഇതിനെ കൊണ്ടുവന്ന് പട്ടിണി കിട്ടതുപോലെ ഇത് പറയാ. ഒരൊറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാവങ്ങളെ ഇത്തിരി ബുദ്ധി കുറവാ. അതുകൊണ്ടാ സഹോദരിമാർ, അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല. പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള ഭാര്യയോട് പറയണം, അങ്ങനെ പറയരുതെന്ന്, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. അതിനുള്ള വഴി എന്താ? കിടക്കുന്നതിന് മുമ്പ് ഒരു ദുആ ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് അള്ളാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, എനിക്കും പുറത്തു തരണേ അല്ലാ, എല്ലാവർക്കും നീ നന്മ വരുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എല്ലാവരുടെ പൊരുത്തം നമുക്ക് കിട്ടി. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ഉംറയും ചെയ്യണേ ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഒരു ഹജ്ജ് ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കുകയാണ്. അള്ളാഹുവേ, എങ്ങനെയാണ് ഹജ്ജിന്റെ മാസത്തിലല്ലേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ? പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. റസൂലുള്ളാഹി
തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് നമസ്കാരം കഴിയുമ്പോൾ മാത്രം പറയാനുള്ള ദിക്റല്ല. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് 33ഉം 34ഉം പറയാൻ മാത്രമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യനീ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അല്ലെങ്കിൽ 33 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദിക്റുകൾ പറഞ്ഞിട്ട് കിടന്ന അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ മോനെ ചെയ്യുന്നത്? പടച്ചവനെ, മൊബൈൽ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, പാട്ട് കേട്ടുറങ്ങുന്നവർ, പ്രഭാഷണം കേട്ടുറങ്ങുന്നവർ. പലരും പറയും, ഉസ്താദേ പ്രസംഗം കേട്ടാലേ ഉറക്കം വരൂ. പലരും പറയാറുണ്ട്, ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം അത് കേൾക്കുമ്പോൾ അറിയാതെ ഉറക്കം വരും, അതാ കരുതാ. ചിലരെന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പാട്ട്. എൻ്റെ സഹോദര, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ്. എന്തേ പ്രതിഫലം? ഹജ്ജ് ഉംറയുടെ പ്രതിഫലം. അല്ലാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ? എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. എല്ലാ രാത്രിയിലും ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ശഫാഅത്ത് നിനക്ക് കിട്ടണം. അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം. നബിയേ, അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, 10 സ്വലാത്തിന്റെ പേരിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 10 സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പേരിൽ അപ്പം 4 കാര്യമാണ്. ഒന്ന്, ഒരു ഖത്തം ഓതണം, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ ഓതണം. 2, എന്റെ പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. 3, ഹജ്ജും ഉംറയും ചെയ്തു. അതിനു വേണ്ടി നീ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ നീ പറയൂ. അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 സ്വലാത്ത് പറഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാനുള്ള ഭാഗ്യമാ. ഈ 4 കാര്യം ചെയ്യുന്നതിലൂടെ നിന്നെക്കാളും ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഈ 4 കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത്? 1, അവൻ ഉറങ്ങുന്നത് ഖത്തം ഓതിയിട്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. 2, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാ ഉറങ്ങുന്നത്. 3, അല്ലാഹ് ഹജ്ജിന്റെ പ്രതിഫലം തന്നെ സ്വർഗ്ഗമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാ. അമ്മയുടെ പ്രതിഫലം ഉംറ ചെയ്തവൻ, അവനും പ്രതിഫലം സ്വർഗ്ഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. ആ രാത്രി മരിച്ചാ അവന് സ്വർഗ്ഗമല്ലാതെ വേറെന്തുണ്ട് സഹോദരാ? അല്ലാഹുവേ, 10 സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന അവസരമാ. പ്രവാചകന്റെ ശഫാഅത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ 4 കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രിയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ
ജിബിരിയിൽ ആസിറായിലിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാളും ഭാഗ്യവാനാരാ, നിന്നെക്കാളും ഭാഗ്യവാനാരാ. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ. ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരു അതിഥി വരും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ നീ കിടന്നുറങ്ങുന്ന രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ ഒരു അതിഥിയെ കൂടെ കാണാം. മരിക്കുന്നതിന് മുമ്പ് ഒരു അതിഥിയെ കൂടെ കണ്ടിട്ട് മരിക്കാ. ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാ. ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങിയാ ഇബാദത്തിന്റെ കൂലിയാ. നീ ഉറങ്ങുന്നതും ഇബാദത്താണ്. ഒന്ന് മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, നീ കിടക്കുമ്പോ ഒന്നുപെടുത്തട്ടാട് കിടക്കുന്നതെങ്കിൽ പലരും ചോദിക്കും, ഉസ്താദേ ഭാര്യയെ തൊട്ടാൽ ഒന്ന് മുറിയുമല്ലോ. മുറിയട്ടെ സഹോദരാ. ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. ഒന്ന് മുറിയുമല്ലോ. മുറിഞ്ഞു പോകട്ടെ, നിനക്കെന്താണ്? നീ കിടക്കുന്ന സമയത്ത് ഒന്നുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ കൂലിയാ. നിന്റെ ഉറക്കവും ഇബാദത്താ. തലയുടെ ചുവട്ടിലും മലക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സുബ്ഹി വരെ ഒരു മലക്ക് നിന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത്, അല്ലാഹുവേ, ഇബാദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുകെ പിടിക്കണം, നിങ്ങളും മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. ഒന്നുകൂടി വേണം മരിക്കാ. മരിച്ചാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്നാണ്. അല്ലാഹുവേ, ഈമാനുള്ള മരണം തരണേ അല്ലാ. സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ.